നമസ്കാരം. ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്നും പറഞ്ഞ് ലഹരിക്കെതിരായ പോരാട്ടത്തിലാണല്ലോ നമ്മൾ ഇന്ന്. എന്നാൽ ലഹരിയും വേണ്ട ലഹരി വിറ്റുള്ള ലാഭവും വേണ്ടെന്ന് പറയാൻ എന്തുകൊണ്ട് ഇവിടെ ആരും മുന്നിട്ടിറങ്ങുന്നില്ല? പറയില്ല, അതാരും പറയില്ല. കാരണം വരും നാളുകളിൽ കേരളം കണികണ്ടുണരേണ്ട നന്മ ലഹരിയുടേതാണല്ലോ. ഇവിടെ കഞ്ചാവും MDMA പോലുള്ള മയക്കുമരുന്നുകളും മാത്രമാണ് ലഹരിയെന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഉപയോഗിക്കുന്നവരെയും വിൽപ്പന നടത്തുന്നവരെയും പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും മദ്യവുമെല്ലാം ലഹരി തന്നെയാണ്. എന്നാൽ അതിനിവിടെ നിരോധനമില്ലാത്തതിനാൽ രഹസ്യമല്ലാതെ പരസ്യമായി അതിവിടെ ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ പേരും. ഒരൊറ്റ ദിവസം കൊണ്ട് പൂർണ്ണമായും ഇവിടെ മദ്യം നിരോധിക്കണമെന്നാരും പറയുന്നില്ല. പക്ഷേ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കുമെന്ന നിങ്ങളുടെ ഉറപ്പാണ് ആദ്യം നടപ്പിലാക്കാൻ നോക്കേണ്ടത്. അല്ലാതെ മദ്യം നിരോധിച്ചാൽ വിഷമദ്യ ദുരന്തമുണ്ടാകുമെന്ന മുടന്തൻ ന്യായമല്ല. പടിപടിയായി മദ്യത്തിന്റെ ലഭ്യത കുറച്ചു കൊണ്ടുവരുമെന്ന പ്രതീക്ഷ ഇവിടെ ഇന്ന് ആർക്കുമില്ല. പക്ഷേ മദ്യം വീട്ടുപടിക്കൽ എത്തിക്കുവാനുള്ള നിങ്ങളുടെ പദ്ധതി ഇവിടെയുള്ള സ്ത്രീകളോടും കുട്ടികളോടും മദ്യവിരുദ്ധരോടും കാണിക്കുന്ന വെല്ലുവിളിയാണ്. മദ്യം വീടുകളിൽ എത്തിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, ആ ഒരു കുടുംബത്തെ ഒന്നാകെ മദ്യത്തിൽ മുക്കിക്കൊല്ലുവാനുള്ള തയ്യാറെടുപ്പായി മാത്രമേ ഇവിടെയുള്ള പൊതുജനം അതിനെ വിലയിരുത്തുകയുള്ളൂ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരെയും അത് വിൽപ്പന നടത്തുന്നവരെയും കാണാത്ത നിയമപാലകരാണ് ഇവിടെയുള്ളത്. നിങ്ങൾ കർശന പരിശോധന നടത്തുകയാണെങ്കിൽ ഇതുപോലെ നിരോധിത വസ്തുക്കൾ വിൽക്കുന്നവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ കഴിയും. പിടികൂടിയവർക്കുള്ള ശിക്ഷ തുച്ഛമായ ഫൈനിൽ ഒതുക്കുമ്പോൾ പകൽമാന്യന്മാരായ പല ലഹരി കച്ചവടക്കാരുടെ മുഖവും പുറത്തറിയാറില്ല. ലഹരി ഉപയോഗിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും ശിക്ഷാർഹമാണ്. എന്നിട്ടും ഇതിവിടെ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള സിസ്റ്റത്തിന്റെ തകരാർ തന്നെയാണ്. സിസ്റ്റം മാറുന്നതോടൊപ്പം ചില സമ്പ്രദായങ്ങൾ കൂടി മാറേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റൊരു വിഷയവുമായി മറ്റൊരു നാൾ വീണ്ടും വരാം. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ വാർത്തകൾ സൂര്യകിരണം ചാനലിൽ കൂടി അറിയുവാൻ സൂര്യകിരണം വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും മറ്റു വിശേഷങ്ങളും അറിയിക്കുവാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.